പക്ഷേ എൻ്റെ ഈ ഒരൊറ്റ മിസ്റ്റേക്ക് കൊണ്ടാണ്. ഹായ്, ഞാൻ പറയാൻ പോകുന്നത് ഒരു സക്സസ് സ്റ്റോറിയല്ല, പക്ഷെ ഒരു മിസ്റ്റേക്ക് സ്റ്റോറിയാണ്. എൻ്റെ യൂട്യൂബിൻ്റെ ഇപ്പോൾ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഞാനൊരു 2019 തൊട്ടാണ് യൂട്യൂബിൽ പരീക്ഷണങ്ങൾ തുടങ്ങിയത്. ഏകദേശം ഇന്ന് വരെ ഞാനൊരു 10ഓളം ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള കണ്ടൻസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഒന്നും അങ്ങനെ സെറ്റായില്ല. പിന്നെ ഞാൻ പഠിത്തം, ജോലി, കാര്യങ്ങൾ അങ്ങനെ പല പല തിരക്കിൽ പെട്ടുപോയത് കാരണം കൺസിസ്റ്റൻ്റ് ആയിട്ടൊന്നും എവിടെയും ഒന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ എല്ലാത്തിനും എനിക്ക് എഫേർട്ട് എടുക്കുന്ന എഫേർട്ടിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാത്തത് കാരണം എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ വലിയൊരു മോട്ടിവേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് കുഞ്ഞിലെ തൊട്ടേ ആർട്ട്, വരയ്ക്കാൻ, ക്രാഫ്റ്റ് അതൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഈ തിരക്കിപ്പെട്ടിട്ട് അതും ഞാനൊരു ടൈമായപ്പോൾ നിർത്തിയതാണ്. എനിക്ക് ആ ഒരു ടച്ചേ ഇല്ലായിരുന്നു. വീണ്ടും റീസെൻ്റ്ലി ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ ആ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെറിയ ചെറിയ ഡ്രോയിങ്സ് ചുമ്മാ ലൈൻ ബുക്കിലൊക്കെ വരച്ചിങ്ങനെ വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ കരുതി ഒന്ന് എൻ്റെ ആർട്ട് സ്കിൽസൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാം എന്നൊക്കെ വെച്ച് ഞാൻ പതുക്കെ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡൂഡിൽ ആർട്ട്, സെൻറ്റാങ്കിൾ ആർട്ട്, അങ്ങനത്തെ മണ്ഡല ആർട്ട്, പിക്സൽ ആർട്ടൊക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് വരച്ച് തുടങ്ങിയപ്പോഴും ഞാൻ വിചാരിച്ചു വൈ നോട്ട് ഗിവ് ഇറ്റ് എ ട്രൈ. അപ്പോൾ എന്തായാലും ഞാൻ അതിന് വേണ്ടി സമയം കളയുന്നുണ്ട്, എന്നാൽ പിന്നെ അത് വീഡിയോസ് ആക്കി ഒന്ന് നോക്കാം എന്ന് കരുതി ഞാൻ പതുക്കെ ഒരു പുതിയ ചാനൽ ഇട്ടു. ഞാനിത് തുടങ്ങിയിട്ട് ഏകദേശം 2025 നവംബറിലാണ്. പക്ഷേങ്കിൽ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുന്നത് ഈ 25 മാർച്ച് 1 തൊട്ടാണ്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെയൊന്നും അല്ല സംഭവിച്ചത്. ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത്യാവശ്യം എൻ്റെ ചാനൽ പതുക്കെ ഒരു പുതിയ ചാനലിന് കിട്ടുന്നതിലും കൂടുതൽ സപ്പോർട്ട് എനിക്ക് എൻ്റെ ചാനലിൽ കിട്ടുന്ന പോലെ തോന്നി. അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പം ഇതായിരിക്കും എനിക്ക് വർക്കാവാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതായിരിക്കും എനിക്ക് സെറ്റായ സാധനം, അപ്പോൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അതൊന്നും ഞാൻ റീച്ചോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിച്ച് ചെയ്തതൊന്നുമല്ല. ജസ്റ്റ് എന്തായാലും ചെയ്യുന്നില്ല, ഇഷ്ടപ്പെട്ട കാര്യമാണ്, അതിന് വേണ്ടി കഷ്ടപ്പെട്ട ഹാർഡ് വർക്ക് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് വരയ്ക്കുന്നു, അപ്ലോഡ് ചെയ്യുന്നു അത്ര തന്നെ. പക്ഷേ അതിനൊരു പോസിറ്റീവ് സിഗ്നൽ എനിക്ക് കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഒരു എനിക്കറിയില്ല, ഒരു ചാനൽ തുടങ്ങി ഒരു 9th വീഡിയോയിൽ തന്നെ എൻ്റെ ഒരു വീഡിയോ 21K, അതായത് 21,000 വ്യൂസ് ക്രോസ് ചെയ്തു. അതിലും ഏകദേശം ഒരു 10,000+ ആൾക്കാർ എൻഗേജ് ചെയ്ത് എൻ്റെ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അനലിറ്റിക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസാണ് എനിക്ക് ആ വീഡിയോയിൽ കിട്ടിയത്. ആ വീഡിയോയിൽ തന്നെ എനിക്ക് 8 സബ്സ്ക്രൈബേഴ്സ് ഒറ്റയടിക്ക് കൂടി. ചാനൽ സ്റ്റാർട്ട് ചെയ്തു മാർച്ച് 1 തൊട്ട് ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അന്ന് തുടങ്ങി ഒരു 9th വീഡിയോയിൽ ആണ് എനിക്ക് ഈ പറഞ്ഞ 21K റീച്ച് വന്നത്. എനിക്ക് ആ ഫീലിംഗ് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ല. കാര്യം ഞാൻ വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ടിട്ട് ഫോർ ദ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഒരു സാധനം പെട്ടെന്ന് കയറി 21K വ്യൂസ് എത്തുന്നത്. ആ വ്യൂ തൊട്ട് മീൻസ് ആ ഒരു വീഡിയോ തൊട്ട് എൻ്റെ ചാനൽ പ്രോഗ്രസിങ് സ്റ്റേജിലാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. പ്രോഗ്രസിങ് ചാനൽ എന്ന് പറയുമ്പം ആ ഒരു വീഡിയോയ്ക്ക് ശേഷം ഇടുന്ന വീഡിയോസ് എല്ലാം എന്തായാലും 1K ക്രോസ് ചെയ്യുന്നുണ്ട്. മിക്കവാറുള്ള വീഡിയോസ് എല്ലാം 2K ക്രോസ് ചെയ്യുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ 1-2 വീഡിയോസ് നിങ്ങൾ എൻ്റെ ചാനൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ കാണാം. 1-2 വീഡിയോസ് 3K, 5K, 16K, അങ്ങനെ 16K പിന്നെയും വീണ്ടും 5K, അങ്ങനെ തീരെ ഒരു 10-20 വ്യൂ ഒന്നും അല്ലാതെ നല്ലൊരു രീതിയിൽ പ്രോഗ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാവരെയും പോലെ ഒബ്വിയസ്ലി ഞാനും വിചാരിച്ചു ഇങ്ങനെ പോയാൽ പോരാ, നമ്മളിനിയും കണ്ടൻസ് ഇമ്പ്രൂവ് ചെയ്യണം, ക്വാളിറ്റി അപ്ഗ്രേഡ് ചെയ്യണം. ഒരു ഗ്രോത്ത് കാണുമ്പോൾ നമ്മൾ ആ ഗ്രോത്തിനെ വീണ്ടും ഗ്രോ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക അല്ലേ. അതുപോലെ തന്നെ ഞാനും എന്ത് ചെയ്തു, ഞാൻ കുറേ റിസർച്ച് യൂട്യൂബിൽ നോക്കി, AI സപ്പോർട്ട് എടുത്തു, കുറേ എല്ലാത്തിലും ഫൈനലി ഇവർ പറയുന്നത് നമ്മളൊരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യണം, ഹുക്ക് ജനറേറ്റ് ചെയ്യണം. ഇതൊക്കെ എല്ലാ ക്രിയേറ്റേഴ്സും അല്ലെ ഒരുമാതിരി റീച്ച് ആയിട്ടുള്ള എല്ലാവരും അവരുടെ ചാനലിൽ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പറയുന്ന മെയിൻ കാര്യമാണ് ഹുക്ക് വേണം. അതായത് അല്ലെങ്കിൽ ഒരു ക്ലിക്ക് ബേറ്റ് വേണം. ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി തോന്നിയിട്ട് നിങ്ങളുടെ വീഡിയോ ക്ലിക്ക് ചെയ്യണം, അത് ഫുള്ളി ഇരുന്ന് വാച്ച് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ ജനറേറ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു സാധനം നമ്മുടെ തലയിൽ എല്ലാവരും ഇട്ട് കാണും. അതായത് ഞങ്ങൾ കണ്ടിട്ടുള്ള ചാനൽസിലെ ആൾക്കാരായാലും AI സപ്പോർട്ട് വെച്ചിട്ട് നോക്കിയപ്പോഴാണ് എല്ലാവരും പറഞ്ഞത് ഈ ഒരു സാധനമാണ്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ വിചാരിക്കും ഓക്കെ അങ്ങനെ ചെയ്താലായിരിക്കണം വീഡിയോ കുറച്ചും കൂടെ റീച്ച് ആവുക, നമുക്ക് കുറച്ചും കൂടെ ഗ്രോത്ത് ഉണ്ടാകാൻ. അപ്പം അത് ട്രൈ ചെയ്യാൻ ഞാൻ ആൾക്കാരുടെ ഉള്ളിൽ ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാൻ ഞാൻ വീഡിയോസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഹുക്സ് ആഡ് ചെയ്യാൻ തുടങ്ങി. അതായത് എന്താണ് ഈ സംഭവിക്കുന്നത് എന്ന ആൾക്കാർക്ക് ഡൗട്ട് വരുന്ന പോലെ ഉള്ള ടൈപ്പ് ഓഫ് കുറച്ച് ക്ലിപ്സ് ആഡ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് പതുക്കെ അതിൻ്റെ ആർട്ട് വീഡിയോയിലേക്ക് പോകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ പോലെ ഇട്ടു. മോശം പറയാനില്ല. ഫസ്റ്റ് 1-2 വീഡിയോ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിചാരിക്കും യെസ് ഇറ്റ് റിയലി വർക്ക്സ്, ഇതാണ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ എന്ന് നമ്മൾ ചിന്തിച്ചു. ചില 1-2 വീഡിയോസിനൊക്കെ നമുക്ക് അത്യാവശ്യം വ്യൂ കിട്ടുന്നുണ്ട്, റിട്ടൻഷൻ കിട്ടുന്നുണ്ട്, സ്വൈപ്പ് അവേ റേറ്റ് കുറയുന്നുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരു ഫീൽ വന്നു തുടങ്ങി. പക്ഷേ ഇൻ റിയാലിറ്റി ഇതൊന്നുമല്ല സംഭവിച്ചത്. ഇതായിരുന്നു. പക്ഷേ എൻ്റെ ഈ ഒരൊറ്റ മിസ്റ്റേക്ക് കൊണ്ടാണ് എന്ന് ഞാൻ ഇവിടെ കൺഫ്യൂസ് ചെയ്യുന്നു. അതായത് ഹുക്സ് ജനറേറ്റ് ചെയ്യാൻ നോക്കി, ക്ലിക്ക് ബേറ്റ് ജനറേറ്റ് ചെയ്യാൻ നോക്കി, ഞാൻ കുറച്ച് എക്സ്പെരിമെൻറ്റേഷൻ അതിൽ നടത്തിയതും കൊണ്ട് മാത്രം പിന്നീട് ഞാനിട്ട വീഡിയോസിനൊക്കെ ഗ്രാജുവലി എൻ്റെ വ്യൂസ് ഡ്രോപ്പ് ആവാൻ തുടങ്ങി. പിന്നെ പതുക്കെ വ്യൂസ് 1K ആവാൻ തുടങ്ങി, പിന്നെ ഒരു 600-700 ആയി, പിന്നെ 10, 13, 20 അങ്ങനെയൊക്കെ 2 ഡിജിറ്റ് നമ്പറിലേക്ക് വരെ ഇത് വളരെ സർപ്രൈസിംഗ്ലി ഡിക്രീസ് ആയി, ഡ്രോപ്പായി. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഞാൻ ചെയ്തത്. എല്ലാവരും പറഞ്ഞ കാര്യമല്ലേ ഞാൻ ഫോളോ ചെയ്തത്. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു റിസൾട്ട് അല്ല അല്ലേ. നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു സാധനം ഈ ഒരു രീതിയിലേക്ക് പോകുന്ന എനിക്കത് കുറച്ച് നാൾ എനിക്ക് എടുത്തു ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ. ഞാൻ പിന്നെ അങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കി. ഇത് ചിലപ്പോൾ നെക്സ്റ്റ് വർക്കാവും എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലായത് വളരെ പരിതാപകരമായിട്ട് എൻ്റെ ചാനൽ താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക, അധികം താമസിയാതെ ഡെഡായി പോകുന്ന വരെ എനിക്ക് തോന്നാൻ തുടങ്ങി. അപ്പം അതിനുശേഷം ഞാൻ വീണ്ടും എന്ത് ചെയ്തു, കുറച്ചൊരു ബ്രേക്ക് എടുത്തു. ഞാൻ അങ്ങനത്തെ വീഡിയോസ് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ നോർമലി ചെയ്യുന്ന പോലെ തന്നെ എന്നെ കാണാൻ ഇഷ്ടപ്പെട്ടു. അതായത് ഞാൻ ഈ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ തൊട്ട് കൂടിയ ആൾക്കാർ
ആൾക്കാരാണ്. പതുക്കെ 1, 2, 3 എന്നുള്ള കൗണ്ട് ഡൗൺ പോലെ കൂടി വന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സാണ് എനിക്കുള്ളത്. അതായത് 100-ൽ താഴെയെന്ന് തന്നെ ഞാൻ പറയുന്നു, ഞാനത് അക്നോളജ് ചെയ്യുന്നു. പക്ഷേ ആ വന്നത് എൻ്റെ ആ ഒരു ഡ്രോയിങ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ വരയ്ക്കുന്ന കണ്ടിട്ടോ ആ സ്റ്റൈൽ കണ്ടിട്ടോ ഒക്കെ കൂടെ വന്നവരായിരിക്കും. സോ ആ ആൾക്കാരെ ഫോക്കസ് ചെയ്യാതെ ഞാൻ ഈ ആർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെയും കൂടി ഇത് കാണിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ വീണ്ടും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ക്വിറ്റ് ചെയ്തൊന്നും എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ ഓർത്ത് ഞാനത് നിർത്താം എന്ന് തന്നെ വിചാരിച്ചതാണ്. പക്ഷേ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഒരു കാര്യം തുടങ്ങി അത് എന്തൊക്കെയോ ഒരു പ്രോഗ്രസ് കാണിച്ചിരുന്നു. അത് എൻ്റെ തന്നെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് അത് താഴെ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ വീണ്ടും പഴയ പോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ എല്ലാവരും പറയുന്ന റിസർച്ചിൻ്റെ ഇടയ്ക്ക് മെയിനായിട്ട് പറഞ്ഞ 2 കാര്യങ്ങളിൽ ഒന്ന് കൺസിസ്റ്റൻസിയാണ്. അതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഹുക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഹുക്കല്ല. നമ്മുടെ ഇത് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് അത് കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് തന്നെയാണ് വരണം. നമ്മൾ ചുമ്മാ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇതിൽ വ്യൂസ് കൂട്ടിയിട്ട് നമുക്കൊരിക്കലും ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ പോകുന്നില്ല. അത് എനിക്ക് ഇത്രയും എൻ്റെ ഒരു കണ്ടന്റിൽ കൂടെ മനസ്സിലായതാണ്. അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ ഞാനിപ്പോൾ ഏകദേശം 70 വീഡിയോസോളം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടൈമിനോടകം ഞാൻ ഉദ്ദേശിക്കൽ ഏതെങ്കിലും ഒരു നല്ല മൈൽ സ്റ്റോൺ ഞാൻ റീച്ച് ചെയ്തേനെ. ഞാൻ ഫസ്റ്റ് രീതിയിൽ തന്നെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തോ എൻ്റെ ഒരു മിസ്റ്റേക്ക്. ഞാൻ അതിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ലെസൺ ഞാൻ പഠിച്ചു. അപ്പോൾ നമ്മളിനി അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. എന്നെ പോലത്തെ കുറച്ച് ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ 2 വീഡിയോ ഇട്ടിട്ട് നിർത്തരുത്. അല്ലെങ്കിൽ 3 വീഡിയോ ഫ്ലോപ്പായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സാധനം ക്വിറ്റ് ചെയ്യരുത്. നിങ്ങളുടെ ബ്രേക്ക് ത്രൂ ചിലപ്പം 9th വീഡിയോ ആയിരിക്കും. എനിക്ക് 21K കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് 2 lakh വ്യൂസ് ആയിരിക്കാം ഒരു 9th വീഡിയോയിൽ കിട്ടുക. ചിലപ്പോൾ അത് 20th വീഡിയോ ആയിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങൾ 100ാമത് അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കാം നിങ്ങളുടെ ബ്രേക്ക് ത്രൂ. എന്തുവാണ്, ഏതാണ്, എപ്പോഴാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കാറുണ്ടെങ്കിലും എന്നെ കൊണ്ടത് പറ്റാറില്ല. അപ്പം ആഴ്ചയിൽ ഒരു 3-4 വീഡിയോ എങ്കിലും ഇടാൻ പറ്റുന്ന പോലെയാണ് ഞാനിപ്പോൾ ഇത്ര വരെ എത്തിയിട്ടുള്ളത്. ആയിരുന്നു ഇപ്പം 87 or 85 ആൾക്കാർ വീണ്ടും കയറി വരുന്നുണ്ട്. അതായത് പതുക്കെ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് വളരെ പതുക്കെയാണെങ്കിലും വീഡിയോസ് പോകുന്നുണ്ട്. അപ്പോൾ ഇനി എത്ര കാലം എടുക്കുമെന്ന് എനിക്കറിയില്ല. ഇത്ര വലിയൊരു മോട്ടിവേഷൻ വീഡിയോ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ഷോർട്ട് സ്റ്റോറി, അതായത് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ഇതാണ് എന്ന് പറഞ്ഞത്. ചുമ്മാ ബ്ലൈൻഡായിട്ട് ആരും പറയുന്ന കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് റൈറ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. നിങ്ങൾക്ക് ഒരു ദിവസം ആ ടൈപ്പ് ഓഫ് സാധനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് അത് എത്തും. അപ്പോൾ അത് വർക്കാവും. അല്ലാതെ ഈ പറയുന്ന പോലെ ഞാൻ ഒരുപാട് റിസർച്ച് നടത്തിയിട്ട് കിട്ടിയ മിസ്റ്റേക്കാണ്. സോ അതുകൊണ്ടാണ് പറയുന്നത്, ഇതൊന്നും ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഞാൻ മോട്ടിവേഷൻ അല്ല, ഇപ്പം ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു മോട്ടിവേഷൻ വീഡിയോ അല്ല. എനിക്ക് പറ്റിയൊരു അബദ്ധം റിവീൽ ചെയ്യുന്നു. ആർക്കെങ്കിലും ഇതൊരു ഉപകാരമാവുന്നെങ്കിൽ ആയിക്കോട്ടെ. നിങ്ങൾക്ക് എൻ്റെ സ്റ്റോറി കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കഥകൾ ഇഷ്ടമാണെങ്കിൽ ഐ വിൽ ട്രൈ ടു അപ്ലോഡ്.